guys, welcome back to me. രാവിലെ ഈ ചായ കുടിച്ചിട്ട് എണ്ണീറ്റ് വന്നപ്പോൾ ഒരു കാഴ്ച കാണുന്നു. ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. ഇതാണ് അതിമനോഹരമായ കാഴ്ച. ഇത് നമ്മള് അടുക്കള ഭാഗമാണ്. അടുക്കള ഭാഗം ഇത് ഇതിന്റെ ഇപ്പൊ ചുറ്റും നോക്കുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ വെള്ളമാണ്. നിമിഷം കൂടെ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉള്ളിക്കൂടി ഇങ്ങനെ വെള്ളം വരാനായിട്ട്. ആ നമ്മൾ കോളേജിൽ പോകണമെന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് കോളേജിൽ നിന്ന് പോണില്ല. നമ്മുടെ വീടെല്ലാം വെള്ളം കയറിയ ഒരവസ്ഥയാണ്. എന്താണ് ഈ വെള്ളം കയറിയതിനെ കുറിച്ച് പറയാനുള്ളത്? പുതിയൊരു അനുഭവമായത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മലമ്പ്രദേശത്തുകാരാ. ഞങ്ങള് ചെങ്ങന്നൂരാണേലും ആലപ്പുഴ ദേശമാണേലും ഞങ്ങളുടെ ദേശത്ത് വെള്ളം കയറത്തില്ല. ഞാൻ ജനിച്ചിടത്തും ഇല്ല, ഞാൻ വന്നിടത്തും ഇല്ല. അപ്പൊ ചേർത്തല എന്ന ഭാഗം കണ്ടപ്പോ സന്തോഷം വന്നെങ്കിലും ഇപ്പൊ മനസ്സിൽ ഭയങ്കര വല്ലാത്ത ഒരവസ്ഥയാണ്. ഇതിന്റെ സന്തോഷം ഞാൻ തോന്നുന്നു ഇന്നത്തോടെ പച്ചക്കറി എല്ലാം തീർക്കാൻ പോവാ. നാളെ ഞങ്ങൾക്ക് ഇവിടെ വെക്കാനൊക്കെ ചില ഇതെല്ലാം ചീത്തയായി പോകും. അപ്പൊ ഞങ്ങൾ ഇന്നുകൊണ്ട് ഞങ്ങളുടെ പച്ചക്കറികളൊക്കെ തീർന്നു. സാമ്പാറ്, ചോറിന്, ഇതിനൊക്കെ വേണ്ടിട്ട് ഒക്കെ വെക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പച്ചക്കറി ഇന്നുകൊണ്ട് തീർക്കുക. എന്നാലും ഞങ്ങളുടെ വെള്ളരിക്ക ഇന്ന് തീരത്തില്ല. ഞങ്ങളുടെ വലിയ വെള്ളരിക്കയാ മേടിച്ചത്. ഇതൊന്നും അറിയുന്നില്ലല്ലോ. അപ്പം ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിട്ടാണ് തോന്നുന്നത്. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ വെൺമണിയാണ് എൻ്റെ സ്ഥലം. അപ്പോൾ അവിടെ വെള്ളം കയറും ചോദിച്ചാൽ ചെങ്ങന്നൂർ വെള്ളം കയറും. പക്ഷേ ചില ഭാഗങ്ങളിൽ വെള്ളം കയറും. ആൻഡ് ഓൾസോ 2018 വെള്ളം വന്നപ്പോൾ എന്നെ വീട് വെച്ച് ബാക്കി എല്ലാവർക്കും വെള്ളം കയറി. കുറച്ചുകൂടെ മഴ പെയ്തിരുന്നെങ്കിൽ കുറച്ച് ഒരാഴ്ചയുടെ മഴ പെയ്തിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലും കയറി ഞാൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്യേണ്ടി വന്നത്. പതിനേനെ ഷർട്ട് എടുത്തുകൊണ്ട് പോകാൻ എന്നോട് പറഞ്ഞതാണ്. അപ്പം ആ ഒരു ടൈമില് അന്നാണ് ഞാൻ വെള്ളം വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നതൊക്കെ കാണുന്നത്. അപ്പൊ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോ ദേവന്തര വീടിന്റെ ചുറ്റും 4 സൈഡും വെള്ളം കയറി. അങ്ങോട്ടും നോക്കിയാ വെള്ളം, ഇങ്ങോട്ടും നോക്കിയാ വെള്ളം, ഫുള്ള് വെള്ളം. വെള്ളത്തിലൊരു വീട്. സത്യം പറഞ്ഞാൽ ഇതിലിപ്പോ ചിരിക്കണോ അല്ലെങ്കിൽ കാരണം എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പൊ മീനൊക്കെ ഫ്രണ്ടിൽ കിടന്ന് തുള്ളിച്ചാടുന്ന കാണാം, മീനൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. പക്ഷേ ഇതൊരു ദുരവസ്ഥയാണ്. ആ ദുരവസ്ഥ ഞങ്ങൾക്ക് എന്താ അറിയില്ല. എനിക്ക് സന്തോഷം അറിയൊക്കത്തുള്ളൂ. ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. ഇതിലും വെള്ളം കയറുന്ന വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ എന്താ ആർക്കറിയാം വെള്ളം ഇന്ന് കയറും. കാരണം എല്ലാ വർഷവും ചിലപ്പോ ഈ മൺസൂൺ സീസൺ നൽകുമ്പോൾ അവരുടെ വീട്ടിലൊക്കെ കയറുന്നതാകാം. അപ്പൊ അവർക്ക് വെള്ളം കയറുന്നറിയാം. പക്ഷെ ഞാൻ വിചാരിച്ചൊക്കെ വെള്ളം കയറും, പക്ഷെ ഇത്രത്തോളം കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി പോയി. ആൻഡ് ഓൾസോ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ പാറയൊക്കെ തുള്ളി. ഇപ്പം ജൂൺ തുടങ്ങി കോളേജിൽ പോകേണ്ട ഒരു അവസ്ഥ ഇങ്ങനെ. കാരണം ഇപ്പൊ അവിടെ കാണാൻ നിൽക്കുമല്ലോ ആ ഒരു ഷീറ്റ്. അതിന്റെ അപ്പുറത്ത് എന്തോ പിന്നെ ഇത് കൊള്ളവോ പുഞ്ചയോ എന്തൊക്കെയാണ്. എനിവേ ഇനിയിപ്പം ഈ വീടിന്റെ ഓണർ വന്നിട്ട് കാര്യങ്ങൾ നടക്കും. തീരുമാനിക്കാം. ശരിക്കും എണ്ണിച്ച് പരിധിയാണ്. എണ്ണിച്ച് വന്നപ്പോ ഈ ഒരു അവസ്ഥ. ഫോണിലുണ്ടല്ലോ, ഫോണിൽ ഇങ്ങനെ തോരാ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. 3 മണിക്കൂറിനുള്ളിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം അടുത്ത് മഴ ശക്തമായി പെയ്യുന്നതായിരിക്കും. ഇതുവരെ ഇങ്ങനെ ഇട്ടിച്ചിട്ട് പെയ്തുകൊണ്ടിരിക്കുക. ഈ 3 മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ പെയ്ത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയിലാണ് ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഇത്രയും വെള്ളമൊന്നും ഇല്ല. ഇത്രയും ഇന്നൊന്ന് ഉറങ്ങി എണീച്ചപ്പോ ഇത്രയും വെള്ളം. അപ്പൊ നാളെ ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ ഒഴുകിപ്പോവായിരിക്കും. ഒഴുകിപ്പോകും വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ടില്ല. കാരണം ഇതിന്ന് കണ്ടുകൊണ്ട് എന്റെ കരഞ്ഞോണ്ടിരിക്കാൻ നോക്കില്ലല്ലോ. അമ്മ പറഞ്ഞ പോലെ ഈ ഷർട്ട് എടുത്തിട്ട് കൊണ്ടുപോവാം. ഓക്കെ.
അവിടെ കാണുന്നുണ്ടോ ഒരു തേങ്ങ ഇതുകൊണ്ട് ഇത് നമുക്ക് പോയി എടുക്കാൻ എന്നെടുത്ത് പറഞ്ഞു. അപ്പൊ നമുക്ക് ആയുധങ്ങളുമായി, ഇവിടെ എന്റെ ആയുധം, ഈ ആയുധമായി പോകാം. തേങ്ങ എടുക്കാൻ പോവാ. നമ്മള് തേങ്ങ മീൻസ് തേങ്ങ എടുക്കാൻ പോവാ. അയ്യോ, കുറച്ചുകൂടി ഉള്ളു, കുറച്ച് നേരം കൂടെ ഉള്ളൂ. ടേക്കിംഗ് തേങ്ങ വെരി വെരി ക്രൂഷ്യൽ. കുത്തിക്കൊണ്ടുപോയ കമ്പും പിടിച്ചോണ്ട് ഞാൻ നടക്കുകയാണ്. കൂടെ പൊടി എടുത്തിട്ട് അവിടെ എങ്ങാണ്ടോ തേങ്ങുണ്ട്. ഇവിടെ ഉണക്കത്തേങ്ങയാണോ വാട്ടത്തേങ്ങയാണോ എന്നൊന്നും അറിയത്തില്ല. അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടി നമ്മുടെ തേങ്ങ. അതിനു വേണ്ടി ഞാൻ ഇവിടെ വന്നത്. തിരിച്ചു പോകാനുള്ള സമയം ആഗതമായിരിക്കും. ഇവിടെ ഇനി നിന്ന് ഇതാ ശ്രീ വന്ന് വഴക്ക് പറയും. ഉപയോഗിക്കാം, തേങ്ങ കിട്ടിയത് നമുക്ക് ചമ്മന്തി തേങ്ങ അല്ലല്ല വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില. ഞാൻ ബാക്കി സ്ഥലം മേഖല ഭയങ്കര സ്ഥിതിക്ക് കാണിച്ചു തരാം. ഒരു സംഭവം കേട്ടോ, പുളിയൊക്കെ കിടപ്പുണ്ട്. പുളിക്കുട്ടൻ പുളിയുണ്ട്, ചുറ്റും വെള്ളമുണ്ട്. എന്റെ ഇത്രയും ഭാഗത്ത് കാണാൻ എത്തും. എന്റെ കാലിൽ ഈ ഭാഗം വരെ. ഈ മഴ സമയത്ത് നമുക്ക് ഫുഡാണ് ചിരിച്ചു, വേറൊന്നുമല്ല, റീൽസ് പറയും. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കൊരു സീരീസ് കണ്ടിട്ട് നമുക്ക് ഇന്ന് കഴിക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്ത്, അല്ലെങ്കിൽ ഞാനിന്ന് കാണാൻ ഞാൻ കൂടുതൽ ഇങ്ങനെ മഴ അല്ലെങ്കിൽ സമയത്ത് ഞാൻ കാണുന്നതും ഒരു കഥ സെലക്ടുമോ സാറിന് ഉള്ളോ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. ഒരു കഥ സെലക്ടുമോ സാറിന് ഒരു എക്സ്പ്ലനേഷൻ ചാനലുണ്ട്. അത് ഞാൻ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുള്ളിക്കാരെ പിടിയിടാത്തപ്പോൾ ഞാൻ വേറെ വല്ലതും കാണും. അപ്പം ഇന്നത്തെ സീരീസ് എന്ന് പറഞ്ഞാലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സീരീസ് ഉണ്ടല്ലോ, മസ്റ്റ് പ്ലേ. ഞാൻ കുറച്ച് നേരം കണ്ടു, കുറച്ച് ഭാഗം കണക്കാം കേട്ടോ. നമുക്ക് ഇന്ന് ഇതും കാണാം, പിന്നെ നമുക്ക് ഇഡലിയും സാമ്പാറും കഴിക്കാം. അപ്പോഴാണ് അതിൻ്റെ കണ്ടോ എൻ്റെ 12th ഭാഗമായിരുന്നു. ഞാൻ 11th എപ്പിസോഡ് വരെ കണ്ടിട്ടുള്ളൂ. തന്നെ 12 ഇറങ്ങിയപ്പോൾ ഇന്നത്തെ കാണുന്നവരോ കാണാം. നമുക്ക് സ്കിപ്പ് അടിച്ചിട്ട് ഇവിടെ വരെ ഞാൻ ഇന്നലെ കണ്ടത്. എങ്ങനെ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടമാണോ? എന്താണൊക്കെ വന്നേ. അപ്പോൾ ഓക്കെ, ഞാൻ പോയി കഴിക്കട്ടെ.